നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ഓട്ടപ്പം ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. അതല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനും എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മക്കളെ, ഓരോരോ അരിപ്പൊടിക്കും നമ്മുടെ വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിതിൽ 1.5 കപ്പ് ഒഴിച്ച് വെച്ചിട്ട് നിങ്ങൾ 1.5 കപ്പ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട. കുറേച്ചായിട്ട് നോക്കി കലക്കി ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഈ പരുവാക്കി എടുക്കുക ഒഴിച്ചിട്ട്. ഇനി നമുക്ക് ഈ മാവിന് ഒരു ജാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയുടെ വെള്ള മാത്രം ഒഴിച്ചു കൊടുക്കാവേ. ചിലരും ഉണ്ണിയും കൂടി ഒഴിക്കും. ഞാൻ വെള്ള മാത്രമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതാ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലേശം കട്ടി കൂടുതലാണ് കേട്ടോ. ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ലൂസാക്കുക. ഈ ഒരു കട്ടിയാണ് വേണ്ടത് കേട്ടോ. മക്കളെ, ഇതിൻ്റെ പേര് ചിലയിടത്ത് ഓട്ടപ്പം എന്ന് പറയും, ചിലയിടത്ത് ഓട്ടയട എന്ന് പറയും, ചിലയിടത്ത് മുട്ടയപ്പം എന്ന് പറയും. മുട്ടയപ്പം എന്ന് പറയുന്നത് മുട്ട ഒഴിക്കണ കൊണ്ടാവും. ഞങ്ങൾ ഇവിടെയൊക്കെ ഓട്ടപ്പം എന്നാ പറയുക. നിങ്ങളവിടെ എന്താ പറയുക എന്ന് പറഞ്ഞു തരണേ മക്കളെ. ഈ ഓട്ടപ്പം ഓട്ടടയൊക്കെ ഉണ്ടാക്കണത് ഈ ചട്ടിയിലാണ് ഉണ്ടാക്കണത്. ഇത് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ്. പണ്ടുള്ളവരൊക്കെ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്, ഈ മൺചട്ടിയിൽ. ഇപ്പോൾ ഉള്ളവർ ഇതിലൊന്നും ഉണ്ടാക്കില്ല, ഈ അപ്പച്ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുക. നമ്മൾ വെള്ളപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഗ്യാസ്മേ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ചിലർ ഇതിൽ ഉണ്ടാക്കുമായിരിക്കും. അധികം ഞാൻ കണ്ടിട്ടുള്ളത് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മക്കളെ, ഇനി നമുക്കിതൊന്ന് കത്തിച്ചിട്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. മക്കളെ, ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇത് ഒഴിച്ചു കൊടുത്താലേ ഓട്ടപ്പത്തിന് ഓട്ട വരുള്ളൂ. ഓട്ട വന്നാലാണ് ഓട്ടപ്പം ആവുള്ളൂ. അപ്പം നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇതിലിങ്ങനെ ഓട്ടയായിട്ട് വരട്ടെ. അത് കണ്ടില്ല, വരാൻ തുടങ്ങണ്. ഇത് നിറച്ച് ഓട്ട വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി ആവിയിലിരുന്ന് മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അയ്യ, നമ്മുടെ ഓട്ടട കണ്ടില്ലേ, നല്ല ഓട്ടയായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ആദ്യം ഈ ചട്ടകത്തിൻ്റെ ഇവിടം കൊണ്ടിങ്ങനെ ഇളക്കാം. ഇനി എടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഓട്ടടയും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം. മക്കളെ, ഇത് കണ്ടില്ലേ, നമ്മുടെ ഓട്ടപ്പം ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മക്കളെ, ഇത് ഞങ്ങൾ കഴിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ ലേശം ഉപ്പിട്ടിട്ട് അതിൽ മുക്കിയെടുത്തിട്ടാണ് കഴിക്കുക. ഇത് വേണമെങ്കിൽ എന്തിൻ്റെ ഒപ്പം കഴിക്കാം. ചിക്കൻ കറിയുടെ ഒപ്പം കഴിക്കാം, ബീഫ് കറിയുടെ ഒപ്പം കഴിക്കാം, നല്ല അടിപൊളി മീൻ കറിയുടെ ഒപ്പം കഴിക്കാം, പിന്നെ മുട്ടക്കറി, കടലക്കറി, ഇതിൻ്റെ ഒക്കെ ഒപ്പം ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഓട്ടപ്പം നല്ല സോഫ്റ്റായിട്ട് പുറവശം ഇതിൻ്റെ ഉള്ളിലേ തേങ്ങാപ്പാലോ കറിയോ ഒക്കെ എന്തെങ്കിലും ഉള്ളിൽ കയറി നമ്മൾ കഴിച്ചാലുണ്ടല്ലോ, ഹൈ എന്താ രസമായിരിക്കും വെച്ചിട്ടാ. മക്കളെ, അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.